ഹലോ എവരിവൺ. നമുക്ക് അങ്ങനെ MMPC 10ലേക്ക് പോവാം. മാനേജറിയൽ എക്കണോമിക്സ് അത്യാവശ്യം ഒരു ആപ്ലിക്കേഷൻ തലത്തിലുള്ള എക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷൻ തലത്തിലുള്ള ഒരു സംഭവമാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പാടാണോ എന്ന് ചോദിച്ചാൽ യെസ്, ഓഫ് കോഴ്സ്. കുറച്ച് മാത്തമെറ്റിക്കലി ചിന്തിക്കേണ്ടി വരും, എന്നാലേ കാര്യം പിടികിട്ടത്തുള്ളൂ. ബട്ട് കോൺക്രീറ്റ് ആണ് കേട്ടോ. മറ്റതുപോലെ ഇപ്പം നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ എക്സാം എഴുതിയൊക്കെ അറിയാം, ഒരു കൃത്യ ഉത്തരവില്ല. ഈ ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ചോദ്യമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് 20 മാർക്കിന് കൃത്യ ഒരു ഉത്തരം കൊടുക്കാനില്ലായിരുന്നു. അതുപോലെ വരത്തില്ല ഒരിക്കലും. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ അകത്ത് ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്, പക്ഷേ കുറേ പഠിക്കാൻ കാണും. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മൾ സ്ഥിരം ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ട് തന്നെ പോകാം. ഫസ്റ്റ് നമുക്ക് ബ്ലോക്ക് 1 ഈ വീഡിയോയ്ക്ക് നോക്കാം. ബ്ലോക്ക് 1ൻ്റെ അത് പഠിക്കാനുള്ളത് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പ് എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. ആദ്യം ജസ്റ്റ് ഒന്ന് എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുകയാണെങ്കിൽ, ബിസിനസ്സിൻ്റെ അകത്ത് എക്കണോമിക്സ് എവിടെ വരും? നമ്മൾ ഫിനാൻസ് പഠിച്ച ബിഹേവിയറൽ ഫിനാൻസ് പഠിച്ചില്ലേ, സൈക്കോളജി പ്ലസ് ഫിനാൻസ് ആയിരുന്നു. അതുപോലെ ഇവിടെ എന്താ വരുന്നതെന്ന് വെച്ചാൽ ബിസിനസ്സും പിന്നെ എക്കണോമിക്സും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ട്രംപ് ഇപ്പോൾ എന്ത് ചെയ്തു, അമേരിക്കയുടെ ടാരിഫുകൾ കൂട്ടി. ഓക്കെ, ഇത് എവിടെ ബാധിക്കും? നമ്മളെ ബിസിനസ്സിനെ ബാധിക്കും അല്ലേ. സംഭവം എക്കോണമി സംഭവിച്ചൊരു കാര്യമാണ്, എന്നാൽ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നു. ഇതുപോലെ എക്കോണമിയിലുണ്ടാകുന്ന ചേഞ്ചസും ബിസിനസ്സിനെ അതിനുണ്ടാകുന്ന അതിനെ ബാധിക്കുന്ന ഏത് രീതിയിലും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനശാഖയാണ് എന്തെന്ന് പറയുന്നത് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ എക്കണോമിക് ടേംസിൽ നോക്കി പോകുന്നുണ്ട്. കുറേ എക്കണോമിക് തിയറി, അതെങ്ങനെ ബിസിനസ്സിൻ്റെ അത് ബാധകമാകും, അങ്ങനെയൊക്കെ നോക്കി പോകുന്ന ഒരു ഏരിയയാണ് മാനേജറിയൽ എക്കണോമിക്സ്. ബ്ലോക്ക് 1 നമുക്ക് നോക്കാനുള്ളത് സ്കോപ്പ് എന്താണ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്തൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡിസിഷൻ ഇഷ്യൂസ്, ഈ പറഞ്ഞ സാധനങ്ങൾ മാനേജറിയൽ എക്കണോമിക്സ് തമ്മിലുള്ള ബന്ധം നോക്കാം. ബേസിക് കോൺസെപ്റ്റുകൾ എന്താണ്, ടെക്നിക്കുകൾ എന്താണ് ഉള്ളതാണ്. അത് ബേസിക് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ലാഘവത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ അവിടെ ഉണ്ട് തേർഡ് യൂണിറ്റിൻ്റെ അതൊക്കെ. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറും ആ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തും പറഞ്ഞു പോവാം. ഓക്കെ, ജൂൺ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദിച്ചിട്ടുള്ള ചോദ്യം നോക്കാം. ബ്രീഫ്ലി ഡിസ്കസ് ദി നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ നേച്ചർ എന്താണ്, അതിൻ്റെ സ്കോപ്പ് എന്താണ് ഇപ്പോൾ കണ്ടു, സിലബസിൽ തന്നെ കണ്ടോ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കൊന്ന് ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറയുന്നത് നോക്കാം. നേച്ചർ ഓഫ് മാനേജറിയൽ എക്കണോമിക്സിനെ കുറിച്ച് നിങ്ങൾ കണ്ടൻറ്റ് ബുക്കിൻ്റെ അകത്ത് വലിയൊരു കഥയാണ് പറയുന്നത്. അതിനേക്കാൾ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറയുന്നത്. ഓക്കെ, മാനേജറിയൽ എക്കണോമിക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നത്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ആണെന്ന് പറയുന്നു. അതിൻ്റെ ഒരു നേച്ചറാണ്, സ്വഭാവ സവിശേഷതയാണ് പറയുന്നത്. മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറയാനുള്ള കാര്യം എന്താ, എക്കണോമിക്സും ഉണ്ട് മാനേജ്മെൻറ്റും ഉണ്ട്. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മാനേജ്മെൻറ്റും ഉണ്ട്. പിന്നെ ഇറ്റ് യൂസസ് മാക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ ലാർജർ എക്കണോമിക്സ് എന്നാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അതായത് എന്താ പറയുക, ഒരു ഹോൾ കൺട്രിയെ ബാധിക്കുന്ന കാര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പൊതുവെ എന്ത് പറയുന്നത് മാക്രോ എക്കണോമിക്സിൽ പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്താ പറയുന്നത്, ഈ ചെറിയ ചെറിയ യൂണിറ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി, അങ്ങനെ ഇൻഡിവിജ്വലി ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് എക്കണോമിക്സ്? എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി എന്നാണ് പറയുന്നത്. റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, ആവശ്യങ്ങൾ വലുതാണ്. അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെ ഏറ്റുമുട്ടി പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. ഇതേ പഠനം ചെറിയൊരു സോഷ്യൽ യൂണിറ്റിനെ കുറിച്ച് നടത്തുമ്പോൾ അത് മൈക്രോ എക്കണോമിക്സും, ഒരു ഹോൾ യൂണിറ്റിനെ, ഇപ്പോൾ നമ്മളെ കൺട്രി അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ നടത്തുമ്പോൾ അത് മാക്രോ എക്കണോമിക്സും ആവും. ഓക്കെ, പിന്നെ ഇത് സെയിം ടൈം ആർട്ടും ആണ് സയൻസും ആണെന്ന് പറയും. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് മാനേജ്മെൻറ്റിനെ കുറിച്ച് ഇതേപോലെ പറയും, ആർട്ടും ആണ് സയൻസാണെന്ന് പറയും. എന്താ അത് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എന്താ പറയുക, സയൻസ് എന്ന് പറയാനുള്ള കാര്യം കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പുണ്ട്. ഇന്ന സംഭവം ഉണ്ടായാൽ അത് ഇതിലേക്ക് നയിക്കുമെന്നൊക്കെ പറയാൻ പറ്റും, പക്ഷേ 100% അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് അത് ആർട്ടും ആണ് സയൻസും ആണെന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് എന്ന് പറയാനുള്ള കാരണം പല കാര്യങ്ങളിലും എന്തുകൊണ്ട് ഈ പറഞ്ഞ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഒരു കാട്ടിൽ ചെന്ന് തീ ഇട്ടാൽ കാട്ടുതീ ഉണ്ടാവാം, മനസ്സിലായില്ലേ. ആ കോസ് കാരണമാണ് ഈ പറഞ്ഞ എഫക്റ്റ് ഉണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹ്യൂജ് ഓയിൽ പ്രൊഡ്യൂസറാണ്, നിങ്ങളുടെ ഓയിലിൻ്റെ വില കൂട്ടിയാൽ, ഹ്യൂജ് പ്രൊഡ്യൂസറായി നിങ്ങൾ ഓയിലിൻ്റെ വില കൂട്ടിയാൽ ബാക്കി എല്ലാവരും വില കൂട്ടാൻ നിർബന്ധിതരാകും. അതെന്താണ്, എക്കണോമിയിലെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ്. പക്ഷേ അതേസമയം ചില കാര്യങ്ങൾ എന്താണ്, പ്യുവർ ഈ റിലേഷൻഷിപ്പിൽ പോകണമെന്നില്ല, ആർട്ടിസ്റ്റിക്കാണ്. ചെയ്യുന്ന ആളുടെ അല്ലെങ്കിൽ കാണുന്ന ആളുടെ ഒരു തീരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെ പോകുന്നതായിരിക്കും. പിന്നെ പറയുന്നു ഇറ്റ് ഈസ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നു. അതായത് എന്താണ്, ഇത് പ്രാക്ടിക്കലായിട്ടുള്ള സാധനം. അതായത് വെറുതെ നമ്മൾ പറയുന്ന പോലെ തിയറി പഠിച്ചു പോകുന്നതല്ല. നമുക്ക് കുറച്ച് അങ്ങോട്ട് കേൾക്കുമ്പോൾ മനസ്സിലായി, എല്ലാം നമുക്ക് റിയൽ ലൈഫിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ്.
ഇന്ന ഡിമാൻഡ് വരുന്നു, ഇന്ന സാധനത്തിൻ്റെ സപ്ലൈ കുറയുന്നു, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന റിയൽ കണക്കുകൾ വെച്ച് ചെയ്തു പോകുന്ന കാര്യമാണ് മാനേജ് എക്കണോമിക്സിനകത്ത് പഠിക്കാനുള്ള. പിന്നെ മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. ഓക്കെ, പിന്നെ ഇത് എന്താവാം, ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആവാം, നോർമേറ്റീവ് എന്നും പറയാം. പ്രിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ നോർമേറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കൃത്യം സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇന്ന രീതിയിലാണ് സാധനങ്ങൾ സംഭവിക്കുന്നതെന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അല്ല വെറുതെ ഇതാണ് എന്ന് പറയാതെ, എന്താണ് ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറയാതെ, ഇന്നൊരു സാധനമുണ്ട് അത് ഇതിലേക്ക് നമ്മളെ നയിക്കും, ഇന്നൊരു പ്രശ്നമുണ്ട് അതിൻ്റെ സൊല്യൂഷൻ ഇതാണ്, അങ്ങനെ കണക്ട് ചെയ്ത് എന്താ പറയുക, സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞു പോകുന്ന ഒരു കൃത്യം റൂളുണ്ട് മാനേജ് എക്കണോമിക്സിനകത്ത്. എല്ലാത്തിനും ഓരോരോ പ്രിൻസിപ്പിളുണ്ട്. പലതും പല തലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ചിലയിടത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സെറ്റപ്പിലുള്ള സംഭവമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും മനസ്സിലുണ്ടാവട്ടെ. ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, ഒന്നൊക്കെ നോക്കി വെച്ചാൽ നേച്ചർ ചോദിച്ചാൽ എഴുതാൻ പറ്റിയ വാക്കുകൾ ഇതൊക്കെയാണ്. സ്കോപ്പ് ഓഫ് മാനേജ് എക്കണോമിക്സ് അതിൻ്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കോപ്പിനകത്ത് ഈ പറയുന്ന കാര്യങ്ങൾ എന്താണ്, റിസോഴ്സിൻ്റെ അലോക്കേഷൻ നടക്കുന്നുണ്ട്. മാനേജ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തുകൊണ്ട് ഈ പറഞ്ഞ റിസോഴ്സ് അലോക്കേഷൻ ഉണ്ടാവും. അതായത് എന്താ പറയുക, നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു ആ ഒരു ചോദ്യത്തിനൊരു ഉത്തരം തരാൻ മാനേജ് എക്കണോമിക്സ് നോക്കുന്നുണ്ടാവും. ഇൻവെൻട്രി ആൻഡ് ക്യൂയിങ് തിയറീസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് റിസോഴ്സിനെ യൂട്ടിലൈസ് ചെയ്യുന്ന കാര്യം തന്നെയാണ്. എന്തുണ്ടാവും, എങ്ങനെ ഈ പറഞ്ഞ ഇപ്പോൾ നമ്മളിൽ ഇത്ര സ്റ്റോക്കേ ഉള്ളൂ, അല്ലെങ്കിൽ സ്റ്റോക്ക് എത്ര നമ്മൾ കീപ്പ് ചെയ്യണം, ഈ സ്റ്റോക്ക് എപ്പോഴാണ് നമ്മൾ റീസ്റ്റോർ ചെയ്യേണ്ടത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതിൻ്റെ അകത്ത് വരും, നമ്മുടെ മാനേജ് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് വരും. പിന്നെ എങ്ങനെയാണ് നമ്മൾ പ്രൈസിങ് ചെയ്യേണ്ടത്, പ്രൈസിങ്ങും മാനേജ് എക്കണോമിക്സിൻ്റെ ഒരു പാർട്ടാണ്. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇടണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. നമുക്ക് പൊതുവേ നമുക്ക് തോന്നുന്ന ഒരു സാധനം എന്താണ്, ഇപ്പോൾ സാധനം ഉണ്ടാക്കാൻ എനിക്ക് 50 രൂപ ചിലവായി, എനിക്കൊരു 20 രൂപ പ്രോഫിറ്റ് വേണം, ഞാനത് 70 രൂപയ്ക്ക് വിൽക്കുന്നു എന്നാണ്. അല്ല, ഒരുപാട് കാര്യങ്ങളല്ലാതെ നോക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഫ്രം ദ സൈഡ് ഓഫ് എക്കോണമി നമ്മൾ നോക്കേണ്ടി വരും. നോക്കിയിടാം, ഇപ്പോൾ മാർക്കറ്റിൽ ഞാൻ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റിന് എന്ത് വിലയുണ്ട്, ആ വില ഇട്ടേക്കുന്ന കമ്പനിക്ക് എന്തുമാത്രം പവർ മാർക്കറ്റിലുണ്ട്, ആ പവറിനെ തകർക്കാനുള്ള എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടേ നമുക്ക് വിലയിടാൻ പറ്റത്തുള്ളൂ. നമ്മളറിയുന്നില്ല, നമ്മൾ വാങ്ങുന്ന പല സാധനങ്ങളും ഒരു ഇൻട്രഡക്ടറി പ്രൈസ് എന്ന നിലയിൽ നഷ്ടത്തിലാണ് കമ്പനികൾ വിൽക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ എക്കോണമിയിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ആ ഒരു വിലയോട് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. പലർക്കും എന്തുണ്ട്, മൊണോപ്പൊളി ഉണ്ട് അല്ലേ, ആ മൊണോപ്പൊളി നമുക്ക് തകർക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാധനം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്തുമാത്രം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ബട്ട് അതാണൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ബിസിനസ് എടുത്ത തീരുമാനമാണ് എവിടെ നോക്കിയിട്ട്, എക്കോണമിയെ നോക്കിയിട്ട്. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം വരുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ സ്കോപ്പ് യഥാർത്ഥത്തിൽ ഇവിടെ പറയുന്ന സാധനങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് ചോദിച്ചാൽ, ഡിമാൻഡ് അനാലിസിസ് ഫോർകാസ്റ്റിംഗ് ഉണ്ടാവും, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റിൻ്റെ അനാലിസിസ് ഉണ്ടാവും, പ്രൈസിങ് എങ്ങനെ ചെയ്യണം, ബ്രേക്ക് ഈവൻ പോയിൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് എക്കണോമിക്സിൻ്റെ അകത്ത് വരുന്നതാണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു പരിധി വരെ മാനേജ് എക്കണോമിക്സ് വരുന്നതാണ്. ഹൗ ടു ഫേസ് കോമ്പറ്റീഷൻ, കാര്യം മൊണോപ്പൊളി പോലത്തെ സാധനങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും നമ്മുടെ മാർക്കറ്റിനകത്ത് നമ്മുടെ ബിസിനസ്, മറ്റുള്ള ബിസിനസ്സുകൾ, ഈ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് മാനേജ് എക്കണോമിക്സിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. എങ്ങനെ നമ്മൾ നിലനിന്ന് പോകും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഓർക്കുക, ബിസിനസ്സും എക്കണോമിക്സും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് മാനേജ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത്രയേ ഉള്ളൂ. ഡിസംബർ 2022 ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെങ്കിൽ, ഡിസ്ക്രൈബ് ഡെറിവേറ്റീവ്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആസ് ഒപ്റ്റിമൈസിങ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ മാനേജ് എക്കണോമിക്സ് എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സീ. നോക്കിയിടാ, ഡെറിവേറ്റീവിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ഭയം തോന്നും. വളരെ നല്ല കാര്യം. പ്രോപ്പർ മാത്തമാറ്റിക്സ് ഞാൻ പറഞ്ഞല്ലോ, മാത്സിൻ്റെ വലിയൊരു ഇമ്പാക്റ്റിൻ്റെ അകത്തുണ്ട്. ദി സ്ലോപ്പ് ഇൻ മാത്തമാറ്റിക്സ് യൂസസ് ദ കോൺസെപ്റ്റ് ഓഫ് മാർജിനലിസം. y is equal to y of x, then dy by dx stands for. y എന്ന് പറയുന്നത് y of x ആണെങ്കിൽ, അതായത് ഫങ്ഷൻ ഓഫ് x ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, dy by dx എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഡെറിവേറ്റീവാണ്, മാത്സിൽ ഡെറിവേറ്റീവാണ്. dy by dx എന്ന് ഉദ്ദേശിക്കുന്നത് എക്സിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈനെ അതെങ്ങനെ ബാധിക്കുന്നു, എക്സ് എന്നും വൈ എന്ന് പറഞ്ഞാൽ മാറ്റി ചിന്തിച്ചാൽ ഏതാണ്ടൊരു ധാരണ കിട്ടും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പെട്രോളിലോടുന്ന കാറുകളും, ഓക്കെ, ഈ രണ്ട് സാധനങ്ങളും അത്യാവശ്യം ഇപ്പം ഇത് വന്നുകൊണ്ട് ഏതാണ്ടുണ്ട്, എന്നാൽ അത്യാവശ്യം ഡിമാൻഡുള്ള സാധനങ്ങളാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം പെട്രോൾ സമ്പൂർണ്ണമായി തീർന്നു പോകുന്നു എന്നൊരവസ്ഥ ഉണ്ടായി. നമുക്കറിയാമല്ലോ, ഇനി കിട്ടത്തില്ല എന്നുള്ളൊരവസ്ഥ ഒന്ന് ചിന്തിക്കാം. അതിലേക്ക് അടുത്തോണ്ടിരിക്കുന്നു.
അപ്പോൾ ഈ പെട്രോളിൻ്റെ ലഭ്യത എന്ന് പറയുന്ന സാധനം പെട്രോൾ കാറുകളുടെ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു? അപ്പോൾ ഡിമാൻഡ് ഓഫ് വൺ ഹൗ ഇറ്റ് എഫക്ട്സ് അവൈലബിലിറ്റി ഓഫ് വൺ തിങ് ഹൗ ഇറ്റ് എഫക്ട്സ് ദ ഡിമാൻഡ് ഓഫ് അതർ തിങ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒന്നിലുണ്ടായ ചേഞ്ച് മറ്റതിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ് നമ്മൾ പൊതുവെ ഡെറിവേറ്റീവ് നോക്കുന്നത്. അപ്പം നമ്മൾ dy/dx എന്ന് എഴുതുന്നതിൻ്റെ അർത്ഥം അതാണ്, എക്സിലൊരു ചേഞ്ച് ഉണ്ടാകുമ്പോൾ വൈയിൽ ഈ ചേഞ്ച് എങ്ങനെ ബാധിക്കുന്നു. ഇതിന് എവിടെ ആപ്ലിക്കേഷൻ ഉണ്ട്? മാനേജൽ എക്കണോമിക്സിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിമാൻഡും പ്രൈസും തമ്മിലുള്ളത്. ഓക്കെ പ്രൈസ് ഇവിടെ ക്യൂവിന് ഡിമാൻഡ് കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ അവരെന്താ പറയുന്നത്? ഇവിടെ dq/dp കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പ്രൈസിൻ്റെ ഒരു യൂണിറ്റ് ചേഞ്ച് ആകുമ്പോൾ ഡിമാൻഡിൽ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? ഇത് നമുക്ക് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. അതാ യൂസ്ഡ് ആസ് ഒപ്റ്റിമൈസിങ് ടെക്നിക്സ്. ഒപ്റ്റിമൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏറ്റവും മികച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും കൂടുതലെന്നോ ഏറ്റവും കുറവെന്നോ അല്ല, ഏറ്റവും മികച്ച തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രൈസ് തീരുമാനിക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. പ്രൈസിലൊരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിമാൻഡിൽ എന്ത് ചേഞ്ച് ഉണ്ടാകുന്നു എന്ന് അറിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനനുസരിച്ച് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറയണ എക്കണോമിക്സിൻ്റെ കഥകൾ മൊത്തം പറയണം, പോട്ടെ എന്തായാലും പറയാം. അതായത് ഇപ്പോൾ എന്താ പറയുക, ഒരു സാധനത്തിന് ഭയങ്കര പ്രൈസ് സെൻസിറ്റീവാണ്. 1 രൂപ കൂട്ടിയാൽ പോലും അന്നേ വരെ വാങ്ങിച്ചിട്ടിരുന്ന ആൾക്കാരെ നമ്മൾ കളഞ്ഞിട്ട് പോകുന്ന അവസ്ഥയുണ്ടാവും. എന്നാൽ ചില സാധനങ്ങൾ എത്ര വില കൂട്ടിയാലും നമ്മൾ അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ ഈ മരുന്നൊക്കെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ വർഷം ഈ മരുന്നിന് ഇത്ര രൂപയായിരുന്നു. പാരസെറ്റമോളിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കി. ഒരു 5 വർഷം മുമ്പ് പാരസെറ്റമോളിൻ്റെ വില എന്താണെന്നറിയോ? എന്നാൽ സ്വർണ്ണത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം. സ്വർണ്ണത്തിന് ഓരോ 10 രൂപ 100 രൂപ കൂടി പോകുമ്പോൾ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ചില സാധനങ്ങൾ നമ്മൾ നോക്കുന്നുമില്ല. അപ്പോൾ പ്രൈസിലേക്കുള്ള സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് പ്രൈസ് എന്ന് പറയും നമ്മൾ. എന്താണ്? പല സാധനങ്ങൾക്കും പലതാണ്. ഇതറിയുന്നത് നമുക്ക് എന്തിനാവശ്യമാണ്? ഏറ്റവും മികച്ച പ്രൈസ് തീരുമാനിക്കുന്നതിന് ആവശ്യമാണ്. ഇവിടെ നോക്കിയടാ, അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള ബന്ധം. അഡ്വർടൈസ്മെൻറ്റ് സെയിൽസും തമ്മിൽ എന്തുണ്ട്? ഉറപ്പായിട്ടൊരു ബന്ധമുണ്ട്. ചില കമ്പനികൾ കൂടുതൽ പരസ്യം ചെയ്യുമ്പോൾ അവർ വലിയ ബ്രാൻഡാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ അവരെ സെയിൽസ് കൂടും. എന്നാൽ വേറെ ചില കമ്പനികൾ ഒരു അല്പം പോലും അഡ്വർടൈസ്മെൻറ്റ് ചെയ്യില്ല. അതിൻ്റെ വലിയ ഉദാഹരണമാണ് സ്റ്റുഡിയോൻ്റെ പരസ്യം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാര്യം എന്തുകൊണ്ടാണ്? അവരുടെ സ്ട്രാറ്റജി വേറെയാണ്. പക്ഷേ അവർക്ക് എന്തുണ്ട്? സെയിൽസ് ഉണ്ട്. അപ്പോൾ ഓരോ കമ്പനികൾക്കും ഓരോ പ്രൊഡക്റ്റിനും അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള ബന്ധം പലതായിരിക്കും. അത് മനസ്സിലാക്കേണ്ടതും ബിസിനസ്സുകൾക്ക് ആവശ്യമാണ്. റവന്യൂവും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം നോക്കിയടാ. നമ്മുടെ ക്വാണ്ടിറ്റി, ക്യൂ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ആണ്. ഇവിടെ ഡിമാൻഡും ക്യൂ ആണ്, ഇതും ക്യൂ ആണ്. എന്നാൽ രണ്ടും ക്വാണ്ടിറ്റിയാണ് ഉദ്ദേശിക്കുന്നത്. ഡിമാൻഡും റവന്യൂവും തമ്മിലുള്ള ബന്ധം. ഡിമാൻഡ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ് എന്ന് എടുക്കാം. ഡിമാൻഡ് ഉള്ളതിനാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന റവന്യൂവും തമ്മിൽ ബന്ധം. ചിലപ്പോൾ അതൊരു നമ്മൾ വിചാരിക്കും ക്വാണ്ടിറ്റി കൂടുമ്പോൾ റവന്യൂ കൂടുമെന്നല്ലേ എന്ന് വിചാരിക്കും. ഒരിക്കലുമില്ല. അറ്റ് എ പോയിൻ്റ് എന്ത് സംഭവിക്കും? ക്വാണ്ടിറ്റി കൂടിക്കൊണ്ട് പോകുന്നുണ്ടായിരിക്കും, പക്ഷേ റവന്യൂ താഴോട്ട് വരുന്നുണ്ടാവും. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ആ ഒരു ബന്ധവും നമ്മൾ നോക്കും. ഇത് ഒറ്റ വാക്കിൽ പറഞ്ഞ ഡെറിവേറ്റീവ് എന്താ നോക്കുന്നത്? ബന്ധമാണ് നോക്കുന്നത്. ഒരു സാധനത്തിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അത് മറ്റതിനെ എങ്ങനെ ബാധിക്കുന്നു? ഇതിൻ്റെ എക്കണോമിക്കൽ എക്കണോമിക്കലെന്ന് ഒറ്റ വാക്കി പറയാൻ പറ്റില്ല. മാനേജൽ എക്കണോമിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ അറിയേണ്ടത്. ഇതൊക്കെ നോക്കുന്നത് എന്തിനാണ്? ശരിയായ തീരുമാനം എടുക്കാൻ, ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പ്രൈസിന് എന്ത് ചെയ്യണം? ഒപ്റ്റിമൈസ് ചെയ്യണം. ഏറ്റവും ശരിയായ പ്രൈസ് കണ്ടെത്തണം. ഏത് പ്രൈസിൽ വെച്ചാലാണ് നമുക്ക് മാക്സിമം ഡിമാൻഡ് ഉണ്ടാക്കാൻ പറ്റുക? ചിലപ്പം പ്രൈസ് ഒരു പോയിൻ്റ് വരെ പോയിട്ട് അതിൽ കൂടുതൽ പ്രൈസ് വെച്ചാൽ ഡിമാൻഡ് താഴേക്കായിരിക്കും വരുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ അഡ്വർടൈസ്മെൻറ്റ് നമ്മൾ എത്ര സ്പെൻഡ് ചെയ്താലാണ് മാക്സിമം സെയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക? നമ്മൾ എത്ര ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്താലാണ് മാക്സിമം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുക? എത്ര കോസ്റ്റിനാണ് എത്ര ഔട്ട്പുട്ട് നമ്മൾ അറ്റ് എ ടൈം ജനറേറ്റ് ചെയ്താലാണ് മാക്സിമം കോസ്റ്റിനെ യൂട്ടിലൈസ് ചെയ്തെടുക്കാൻ പറ്റുക? ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ് എന്ത് പറയുന്നത്? ഡെറിവേറ്റീവ്സിൻ്റെ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഡെറിവേറ്റീവ്സ് പോലെ ഒരു സാധനം കൂടെ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്? ശ്രദ്ധിക്കുക, എന്താണ് ഡെറിവേറ്റീവ് എന്നോ എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്നോ അല്ല ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒപ്റ്റിമൈസേഷന് അവർക്കുള്ള ഉപയോഗമാണ് ചോദിച്ചിരിക്കുന്നത്. പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ കഥ അത്രയ്ക്കും ഡെപ്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട. ഈ പറയുന്ന ഒരു എക്സാമ്പിൾ ഒന്ന് മനസ്സിലുണ്ടായാൽ മതി. അതായത് നമ്മളൊരു സാധനത്തിൻ്റെ ഡിമാൻഡിലുണ്ടാകുന്ന ചേഞ്ചാണ് നോക്കാൻ പോകുന്നത്. ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരൊറ്റ കാര്യമല്ല, പല കാര്യങ്ങളുണ്ടല്ലേ? നിങ്ങളെന്നെ ആലോചിച്ച് നോക്കിയേ. വില മാത്രം നോക്കിയിട്ടാണോ നമ്മൾ പലപ്പോഴും സാധനങ്ങൾ വാങ്ങിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നത്? അല്ല. അത് എന്തുമാത്രം സ്കെയറായിട്ടുള്ള സ്കേസിറ്റിയിലുള്ള സാധനമാണ്, അല്ലെങ്കിൽ
എന്തുമാത്രം അതിലേക്ക് നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, ഇല്ലെങ്കിൽ അതിനെന്ത് വാല്യൂ ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലേ. അല്ല വെറുതെ വില മാത്രം നോക്കിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്ന സാധനം വാങ്ങിക്കുന്നോ വേണ്ടി തീരുമാനിക്കേണ്ടത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് പറയുന്നതാണ് നമ്മൾ നോക്കുന്ന എന്താണ്, ഈ പറഞ്ഞ ചേഞ്ച് തന്നെയാണ്, ഡെറിവേറ്റീവിൻ്റെ അത് പറഞ്ഞ ചേഞ്ച് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഒന്നിലെ ചേഞ്ച് മറ്റതിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. മേക്കിംഗ് ഓൾ അതർ വേരിയബിൾസ് കോൺസ്റ്റൻറ്റ്, ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, എന്നാൽ ബാക്കിയെല്ലാം കോൺസ്റ്റൻ്റ് ആണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ ഒരു സാധനത്തിനാണ് എന്ത് വിളിക്കുന്നത്, പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യണം, എന്താണ് ഡെറിവേറ്റീവ്, എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് എഴുതിയിട്ട് ഈ പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, ഇവിടെ ഈ കാണുന്നൊരു സംഭവം, ഈ ഒരു സംഭവം ഒന്ന് മനസ്സിലാക്കി എഴുതുക എന്നുള്ളതാണ്. അതായത് എന്താണ്, പ്രൈസിലെ ചേഞ്ച് ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു, അഡ്വർടൈസ്മെൻറ്റിലെ ചേഞ്ച് സെയിൽസിനെ എങ്ങനെ ബാധിക്കുന്നു, ഔട്ട്പുട്ടിലെ ചേഞ്ച് അല്ലെങ്കിൽ ഡിമാൻഡിലെ ചേഞ്ച് റവന്യൂവിനെ എങ്ങനെ ബാധിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിനകത്ത് ഇതിൻ്റെ ഉപയോഗം. ഈ പറഞ്ഞ ഡിമാൻഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ, കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ, റവന്യൂ ഒപ്റ്റിമൈസ് ചെയ്യാൻ, പ്രൈസ് ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡെറിവേറ്റീവ്സ് ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കുന്നത്. ഓക്കെ അപ്പോൾ റിഗ്രഷൻ അനാലിസിസിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം വന്നേക്ക് നമുക്ക് നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ റിഗ്രഷൻ അനാലിസിസ്, ഡിസ്ക്രൈബ് ഹൗ റിഗ്രഷൻ അനാലിസിസ് യൂസ്ഡ് ഇൻ മാനേജൽ എക്കണോമിക്സ്. ഈ രണ്ട് ചോദ്യത്തിനും റിഗ്രഷൻ അനാലിസിസിൻ്റെ മുഴുവൻ കഥയും നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഇരുന്ന് വായിക്കാൻ പോയാൽ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന പോലെ ഇപ്പോൾ. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ കാണുന്നൊരു സാധനം പറയാം. എന്താണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്നറിയാമോ, ഒരു വേരിയബിളിനെ ഒരു മറ്റ് വേരിയബിളുകളായിട്ട് കണക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നു. ഈ ഇക്വേഷൻ നമുക്ക് എന്തിന് സഹായിക്കുന്നു, രണ്ടും തമ്മിലുള്ള ബന്ധം സ്റ്റേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഇതും തമ്മിലുള്ള ബന്ധം സ്റ്റേറ്റ് ചെയ്യുന്ന പോലെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് പറയുന്നത് ഒരു റിഗ്രഷൻ അനാലിസിസ് ആണ്. S = 100 + 5A എന്ന് പറയുന്നത് ഒരു റിഗ്രഷൻ അനാലിസിസ് ആണ്. ഓക്കെ, S എന്ന് പറയുന്നത് ഇവിടുത്തെ സെയിൽസ് ആണ്, A എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇക്വേഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതാണ്. S = 100 + 5A ഒരു സിമ്പിൾ റിഗ്രഷനാണ്. ഇവരെന്താണ് കാണിക്കുന്നത്, S എന്ന് പറയുന്നത് സെയിൽസ്, ഓക്കെ, A എന്ന് പറയുന്നത് അഡ്വർടൈസ്മെൻ്റ് ഉണ്ടായ ചിലവ്. ഇവിടെ കാണിക്കുന്നത് സെയിൽസും അഡ്വർടൈസ്മെൻറ്റും തമ്മിലുള്ള ബന്ധമാണ്. അതായത് ഇപ്പോൾ ഇവർ പറയുന്നത് 1 രൂപയ്ക്ക് ഞാനിവിടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ ഓക്കെ എനിക്ക് 105 രൂപയുടെ സെയിൽ നടക്കുമെന്നാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്, മുൻ വർഷങ്ങളിലെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ഒരു കണ്ടെത്തലാണ്. ഓക്കെ, എൻ്റെ പരിപാടിയെ കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ടൈമില്ല അതൊന്നും പറയുന്ന കാര്യം. പ്രാക്ടിക്കലി ചോദിച്ച് കണ്ടിട്ടില്ല, അറിയത്തില്ല ഇനി എന്താ വരാൻ പോകുന്നതെന്ന്. ബട്ട് അത് വരാത്തതുകൊണ്ട് ഞാനതിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1 രൂപയുടെ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ എത്ര രൂപയുടെ സെയിൽ നടക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കേടാ, S = 100 + 5A എന്നാണ് പറയുന്നത്. എനെ ഞാൻ 1 കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. 100 + 5 × 1 അതായത് 105 രൂപയുടെ സെയിൽ നടക്കും. എന്ത് ചെയ്താൽ 1 രൂപയുടെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്താൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ രണ്ട് സാധനങ്ങൾ നമ്മൾ ബന്ധം കണ്ടെത്തുന്നത്. അപ്പോൾ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇതിൽ ഏതാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആരാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, സെയിൽസ് ആണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നു, അഡ്വർടൈസ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് അതെന്താണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൽ എന്ത് ചേഞ്ച് ഉണ്ടാക്കുന്നു എന്ന് കാണിക്കുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫോർമുലയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് റിഗ്രഷൻ ഇക്വേഷൻ ഇത് വിളിക്കുന്നത്. ആ റിഗ്രഷൻ ഇക്വേഷൻ്റെ സഹായത്തോടു കൂടി രണ്ട് വേരിയബിളുകൾ തമ്മിലുള്ള ബന്ധം സ്റ്റേറ്റ് ചെയ്യുന്ന അനാലിസിസ്, മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റിഗ്രഷൻ അനാലിസിസ് എന്ന് വിളിക്കുന്നത്. ഒരു ബേസിക് ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് നോക്കാം, ഇതിൻ്റെ അകത്തുള്ള ഉപയോഗം എന്താണെന്ന് നോക്കാം. ഗൂഗിളിൽ നോക്കിയാണ് ഞാൻ, അത്ര സംതൃപ്തിയില്ല എനിക്ക് ടെക്സ്റ്റിൽ, അത്യാവശ്യം വലിച്ചു വരിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പറയുന്ന 3 സാധനങ്ങളാണ്. ഫോർകാസ്റ്റ് ചെയ്യാൻ, ഓക്കെ, പിന്നെ റിസ്ക് അസസ് ചെയ്യാൻ, ഒപ്റ്റിമൈസ് ചെയ്യാൻ. നിങ്ങൾ ഈ 3 വാക്കുകളൊന്നും അറിഞ്ഞു വെച്ചേക്കുക, പലയിടത്തും നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇത് മാനേജൽ എക്കണോമിക്സിൻ്റെ മേജർ ഫങ്ഷൻസാണ് ഈ 3 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യണം, നിലവിലുള്ള ഡേറ്റ വെച്ചിട്ട് ഭാവിയിൽ എന്ത് നടക്കുമെന്നൊന്ന് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റണം. ഇപ്പം ഞാൻ തന്ന ആ ഒരു തന്നെ നോക്കി, അതന്നെ ഒരു എക്സാമ്പിളായിട്ട് പലപ്പോഴും ആലോചിച്ച് കിട്ടും. സെയിൽസ് = 100 + 5A എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഫ്യൂച്ചറിൽ ഇത്ര ഒരു അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവാക്കാൻ വേണ്ടി മാറ്റി വെച്ചു. അപ്പോൾ എനിക്കത് എത്ര സെയിൽസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ?
അപ്പോൾ ഇതുപോലുള്ള പ്രൊഡിക്ഷൻസ് നമുക്ക് എന്ത് ഉപയോഗിക്കാം? റിഗ്രഷൻ അനാലിസിസ് ഉപയോഗിക്കാം. പിന്നെ റിസ്ക് അസസ് ചെയ്യാൻ, റിസ്ക്കിന് ഇതേപോലെ നമ്മൾ എന്തുണ്ടാക്കും? ഒരു ബന്ധം ഉണ്ടാക്കും ഇതൊക്കെ വെച്ചിട്ട്, ബീറ്റ എന്നൊക്കെ പറയും. പോട്ടെ, നിങ്ങൾ അത്ര ഡെപ്തിലേക്കൊന്നും അറിയണ്ട. A = 100 + 5B എന്നായിരുന്നു വിചാരിക്കുക. A എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇത് അതിൻ്റെ റിസ്ക്കിലേക്ക് നയിക്കുന്ന എന്തോ ഒരു ഫാക്ടറാണെന്ന് വിചാരിക്കാം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഫാക്ടറിലുണ്ടാകുന്ന ചേഞ്ചിൽ എനിക്ക് എന്തുമാത്രം ലോസ് ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ എന്ത് റിസ്ക് ഉണ്ടാവുമെന്നോ ഇതേപോലെ ഒരു റിഗ്രഷൻ അനാലിസിസ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഒപ്റ്റിമൈസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കണക്കിന് എന്താണ് ഒപ്റ്റിമൈസേഷൻ. സെയിൽസ് = 100 + 5A എന്ന് പറയുമ്പോൾ എനിക്ക് എത്ര രൂപ സ്പെൻഡ് ചെയ്താലാണ്, അഡ്വർടൈസ്മെൻറ്റ് സ്പെൻഡ് ചെയ്താലാണ് എന്ത് കിട്ടുന്നത്, നല്ല സെയിൽ, ഞാൻ ഉദ്ദേശിക്കുന്ന സെയിൽ കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റും. മനസ്സിലായില്ല? അപ്പോൾ ഈ 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് നോക്കുക എന്തൊക്കെയാണ്: ഫോർകാസ്റ്റിംഗ്, റിസ്ക് അസസ്മെൻറ്റ്, ഒപ്റ്റിമൈസേഷൻ. ഇതൊന്നും മനസ്സിലുണ്ടാവട്ടെ. പലയിടത്തും നമുക്ക് എടുത്തു ഉപയോഗിക്കാൻ പറ്റും. ഈ മാർജിനൽ പ്രിൻസിപ്പിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ വലിയൊരു കഥ കാണാം. ഇത്രയും കഥ കാണാൻ നിൽക്കേണ്ട. ഒറ്റ വാക്കിൽ അതിൻ്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ഒറ്റ സിമ്പിളായിട്ട് അതിൻ്റെ ഒരു അർത്ഥം പറയുകയാണെന്നുണ്ടെങ്കിൽ, മനുഷ്യൻ എന്ന് പറയുന്നത് തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നൊരു ജീവിയാണ്. നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ ദോഷം. മൃഗങ്ങളൊന്നും ഇത്ര ചിന്തിക്കാറില്ല. അതിൻ്റേതായ പ്രശ്നങ്ങൾ അവരുടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവരൊക്കെ ബാധിക്കുന്നില്ല. പക്ഷേ നമ്മളങ്ങനെയല്ല. നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും 1000 തവണ ചിന്തിക്കും അല്ലേ? അപ്പോൾ ഇവർ പറയുന്നത് നമ്മുടെ ഇൻകത്തിന് നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും പറ്റുമെങ്കിൽ ഈക്വലായിട്ട് ഇടാനാണ് നമ്മൾ നോക്കുന്നതെന്നാണ് ഈ മാർജിനൽ പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, ഈക്വലായിട്ട് നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യണം? മാർജിൻ ക്രിയേറ്റ് ചെയ്യണം, ആ റിലേഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു യൂണിറ്റ് സ്പെൻഡ് ചെയ്തത് എല്ലായിടത്തും നോക്കുമ്പോൾ എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ഫോർ എക്സാമ്പിൾ, ഒരാളുടെ ബോണസ് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു 1000 രൂപയൊക്കെ ബോണസ് കിട്ടി. ഇയാളുടെ വീട്ടിൽ ഇയാൾ കാരണം സന്തോഷിക്കുന്ന ഒരു 5 പേരുണ്ടെങ്കിൽ ഈ 1000 രൂപയിൽ നിന്ന് ഈ 200 രൂപ വെച്ച് ഈ 5 പേർക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ഇയാൾ ചിന്തിക്കത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ എവിടെയാണ് കിടക്കുന്നത്? നമ്മുടെ ഇൻകത്തിനെ, നമ്മളെ സന്തോഷിപ്പിക്കുന്ന എല്ലാ കാര്യത്തിലും ഈക്വലായിട്ട് വീതിച്ച് കൊടുക്കാൻ പറ്റും. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റണം? അലോക്കേറ്റ് ചെയ്യാൻ പറ്റണം. അവിടെയാണ് ഒരാൾക്ക് അയാളുടെ ഒരു സമ്പൂർണ്ണ സംതൃപ്തി എന്ന് പറയുന്ന സാധനം കിടക്കുന്നതെന്നാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ആ ക്വസ്റ്റിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടി ചോദിക്കുന്നുണ്ട്, എന്താണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന്. ഡിസ്കൗണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്. വേറൊന്നുമല്ല, മണി റിസീവ്ഡ് ടുഡേ ഈസ് വർത്ത് ദാൻ മണി റിസീവ്ഡ് ടുമാറോ. പൈസയ്ക്ക് എന്തുണ്ട്? ടൈം വാല്യൂ ഉണ്ട്. അതുകൊണ്ട് എല്ലായിടത്തും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്, എല്ലായിടത്തും നമുക്ക് അലോക്കേറ്റ് ചെയ്യുന്ന ഒരുപോലെയൊന്നും അല്ല. അതായത് എന്തിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ ഉണ്ട്? ടൈമിൻ്റെ ഇംപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. പണം എല്ലായിടത്തും ചിലവാക്കുന്നത് ഒരുപോലെയല്ല. ഇന്ന് കിട്ടി ഇന്ന് ചിലവാക്കുന്നതും അത് 10 വർഷം കഴിഞ്ഞ് കിട്ടുന്നതും തമ്മിൽ നമുക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. അപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അല്ലാതെ എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടുമെന്ന് പറഞ്ഞ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഒന്നും കിട്ടാൻ പോകുന്നില്ലെന്നാണ് ആര് പറയുന്നത്? ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഡിസിഷൻ മേക്കിങ്സ് ആണ് കേട്ടോ. എക്കോണമിനകത്തുള്ള ഡിസിഷൻസ് എടുക്കുന്ന രീതികൾ എന്തൊക്കെയെന്ന് പറയുന്ന പല പ്രിൻസിപ്പിളിലെ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഡിസ്കൗണ്ടിങ് നമുക്ക് അറിയാൻ പറ്റും, അത് പറയുന്നില്ല. പിന്നെ ഇക്കി മാറില്ല, ഒന്ന് വായിച്ചു നോക്കാൻ പറ്റിയാൽ വായിച്ചു നോക്കാം. ബേസിക് കോൺസെപ്റ്റ് ഇതാണ്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ഡിസംബർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. വാട്ട് ഈസ് ദ ഫണ്ടമെൻ്റൽ നേച്ചർ ഓഫ് മാനേജ് എക്കണോമിക്സ്? അത് നമ്മൾ മാനേജ് എക്കണോമിക്സിൻ്റെ നേച്ചർ നമ്മൾ പറഞ്ഞായിരുന്നു. 3 ചോയ്സ് പ്രോബ്ലം ഓഫ് ആൻ എക്കോണമി അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മൾ എക്കോണമിയിൽ എപ്പോഴും എക്കണോമിക്സിൻ്റെ സൈഡിൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന 3 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്കതൊന്ന് നോക്കാം. ഒരു ഇമേജ് ഉണ്ടായിരുന്നു തന്നിട്ടുള്ള, കണ്ടില്ലേ? നമുക്ക് എന്തുണ്ട്? ചോയ്സസ് ലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ്. എന്നാൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാഞ്ച് വരുന്നത് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ നിന്നാണ്. നമുക്ക് ചോയ്സസ് ലിമിറ്റഡ് ആണ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അതേസമയം ഇത് കാരണം നമുക്ക് എന്തൊരു സ്കേഴ്സിറ്റി ഉണ്ട്. എന്നാൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു കലാമിറ്റി വന്ന് ഭക്ഷ്യ സാധനങ്ങളുടെ ഒരു എന്ത് വന്നു വിചാരിക്കുക, ഒരു കുറവ് വന്നു വിചാരിക്കുക. നമുക്ക് ഒരുപാട് മഴ വന്ന് ആകപ്പാടെ വെള്ളം കയറി കിടക്കുമ്പോൾ മഴയെ ബാധിക്കാത്ത
കാർഷിക ഉൽപ്പന്നങ്ങൾ കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ചോയ്സ് എന്തായി? ലിമിറ്റഡായി. നമ്മുടെ കയ്യിലുള്ള ആ മഴയെ ബാധിക്കാത്ത സാധനങ്ങളും റിസോഴ്സസ് കുറവാണ്. ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കേണ്ടി വരും. എന്താണ്? ഓക്കെ, നമ്മൾക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. പക്ഷെ അവിടെ അവരുടെ മുമ്പിലേക്ക് എപ്പോഴും വരുന്ന ചോദ്യമാണ് എന്താണ്? ഈ പറഞ്ഞ പോലെ നമ്മളിനി എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? എന്ത് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം? ഇത് ആർക്കൊക്കെ കൊടുക്കണം? കാര്യം ലോവർ ക്ലാസ്സിന് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ലോവർ ക്ലാസ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഒരു ഉത്തരവാദിത്തമാണ്. എന്നും പറഞ്ഞാൽ അപ്പുറം ക്ലാസ്സിനെ പട്ടിണിക്കിടാൻ പറ്റുമോ? അപ്പോൾ അവർക്ക് ഒരു പ്രൈസിന് അത് കൊടുക്കുകയും വേണം. അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നമാണ് ഏറ്റവും അടിസ്ഥാനമായിട്ട് എല്ലായിടത്തും ഉള്ളത്. ഒരു ബിസിനസ്സിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാട് നോക്കിയാൽ പോലും അവർ ആ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്ന എവിടെ നിന്നിട്ടാണ്? ഈ പറഞ്ഞ ഒരു സ്കേഴ്സിറ്റിയുടെ ലിമിറ്റേഷനിൽ നിന്നിട്ടാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ് എക്കണോമിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇതിനെ പറ്റിയാണ് അവിടെ ചോദിക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ അധികം അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. സെക്കൻഡ് പറയുന്ന ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ദ റിട്ടേൺ ദാറ്റ് ക്യാൻ ബി ഹാഡ് ഫ്രം ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് യൂസ്. ഓക്കെ, ഇത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളുകളിലൊന്നാണ്. തീരുമാനമെടുക്കാൻ നമ്മൾ ആശ്രയിക്കുന്ന പല പ്രിൻസിപ്പിളുകളിലൊന്നാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. എന്താണെന്ന് പറയാം. അതായത് എന്താ പറയുക, നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. വളരെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നു. നിങ്ങൾക്ക് മുമ്പിൽ 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയുടെ ആഗ്രഹം പോലെ ബയോളജി സയൻസ് പഠിച്ച് എന്താവാം? ഒരു ഡോക്ടറാവാം. ഓക്കെ. അതേസമയം നിങ്ങൾക്ക് ഉള്ള വേറൊരു സംഭവം എന്ന് പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ പഠിച്ചൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, കൊമേഴ്സ് പഠിച്ച് എന്താവാം? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാൻ പറ്റും. രണ്ടും നിങ്ങളുടെ മുമ്പിൽ കിടപ്പുണ്ട്. നിങ്ങൾ എന്ത് തീരുമാനിക്കുകയാണ്? അമ്മയുടെ ആഗ്രഹത്തിലൂടെ പോകാമെന്ന് പറഞ്ഞ് ഡോക്ടറാവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ ഡോക്ടറാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ നിങ്ങൾക്ക് നഷ്ടമാവുന്നത്. അപ്പോൾ നിങ്ങൾ ഡോക്ടറാവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ഡോക്ടറായി. അവിടെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് എന്താണ്? ഈ പറഞ്ഞ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആവാനുള്ള അവസരമാണ്. ഒന്ന് ആലോചിക്കുക. അവിടെ നിന്ന് ഡോക്ടറിൻ്റെ ഭാഗത്തിൽ നിന്ന് ഞാൻ മറ്റേ വഴി ചൂസ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടാമായിരുന്നു? ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിട്ട് ഒരു ഓഫീസിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാം. ഈ പറഞ്ഞ പോലെ ബ്ലഡൊന്നും കാണണ്ട, രോഗികളെ പ്രാക്ക് കേൾക്കണ്ട, അല്ലേ? വീട്ടിനകത്ത് തന്നെ ഇരിക്കാം. ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ജോലി കുറവ്. എന്ത് ചെയ്താൽ മതി? അസിസ്റ്റൻസിനെ വെച്ചിട്ട് മുകളിലൊരു ഒപ്പിട്ട് കൊടുത്താൽ മതി. അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാം. അപ്പം ഡോക്ടറിനേക്കാളും സുഖമുള്ള ജോലിയാണ്. ഡോക്ടറിന് ഉണ്ടാവാൻ പറ്റുന്ന അബദ്ധം പോലെ അല്ല ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന് പറ്റുന്ന അബദ്ധം, അല്ലേ? ഡോക്ടറിന് പറ്റുന്ന അബദ്ധം ജീവൻ നഷ്ടപ്പെടുത്തുന്നു. ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ അബദ്ധം എന്ത് ചെയ്യുന്നു? ഈ പറഞ്ഞ പോലെ വലിയ പ്രശ്നം ഉണ്ടാക്കില്ല, കറക്റ്റബിളാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഡോക്ടറായതിന് ശേഷം നിങ്ങൾ വേണ്ടാന്ന് വെച്ച ഓൾട്ടർനേറ്റീവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഓക്കെ, ഡോക്ടറായതിനു ശേഷം എന്ന് തന്നെ പറയാനില്ല, നമ്മളൊന്ന് ചൂസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കാൻ പോകുന്ന സാധനങ്ങളെ കുറിച്ചിട്ട് നോക്കണം. എന്തിനാണ് അത് നോക്കുന്നത്? ഞാൻ എടുക്കാൻ പോകുന്ന ഡോക്ടർ പ്രൊഫഷൻ, വിൽ ഇറ്റ് പേ മീ ഫോർ ദ തിങ് ദാറ്റ് ഐ ഹാവ് ഫോർ ഗോൺ? ഞാൻ വേണ്ടാന്ന് വെച്ചതിന് ഒക്കെ കവർ ചെയ്യുന്ന രീതിയിൽ എനിക്കൊരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ഞാൻ എടുത്ത കരിയർ എനിക്ക് തരുമോ? പേയ്മെൻറ്റ് തന്നെ ആവണമെന്നില്ല, എൻ്റെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ നേരെ മറിച്ച് ചിന്തിച്ചാൽ ഒരു ഡോക്ടറിന് സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരിക്കലും ഒരു ചാർട്ടർ അക്കൗണ്ട് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ബെനിഫിറ്റ് എനിക്ക് എവിടെയാണ് കൂടുതൽ? ഞാൻ വേണ്ടാന്ന് വെച്ചതിൻ്റെ കോസ്റ്റും കൂടെ ഞാൻ നോക്കണം. ഞാൻ വേണ്ടാന്ന് വെച്ചതിന് എനിക്ക് തരാമായിരുന്നതും കൂടെ ഞാൻ നോക്കിയിട്ട് എനിക്ക് എന്ത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ? ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഏത് തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നതാണ് കോസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് വി ഹാവ് ഫോർ ഗോൺ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൻ്റെ അടുത്തൊരു ഒരു മുറിയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കടമുറി. ഓക്കെ, ഈ കടമുറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ സ്വന്തമായിട്ട് കട തുടങ്ങാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ഇതിലൊരു തീരുമാനം എടുത്തു, സ്വന്തമായിട്ട് കട തുടങ്ങാം. അപ്പോൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചത് എന്താണ്? നിങ്ങൾ ഫോർഗോൺ ചെയ്ത ഓൾട്ടർനേറ്റീവ് എന്താണ്? ഒന്നും ചെയ്യാതെ അനങ്ങാതെ മാസം ഒരു 10,000 രൂപ ചുമ്മാ നിങ്ങളുടെ പോക്കറ്റിൽ വന്ന് വീഴുന്നത് വേണ്ടാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോയത്? ബിസിനസ് തുടങ്ങാൻ പോയേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തുണ്ടാക്കണം? നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം, അല്ലേ? നിങ്ങൾ ബിസിനസ് ചെയ്ത് അറ്റ്ലീസ്റ്റ് മാസം 10,000 ഉണ്ടാക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഈ ഒരു കാഴ്ചപ്പാടിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ടെക്സ്റ്റിലേക്ക് പോകുന്നില്ല, സമയം ഇപ്പം തന്നെ ഒരുപാടായി. ഇനി ഒരൊറ്റ കാര്യം കൂടെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആസ് പെർ ദി ക്വസ്റ്റ്യൻ പേപ്പർ കവറാവും. ജൂൺ 2024 ഒരു ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ വാല്യൂ മാക്സിമൈസേഷൻ ആസ് എൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫേം. ഇത് ഞാൻ പറയുന്നില്ല, വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഫിനാൻസിൽ പഠിച്ച കാര്യമാണ്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്, ഒട്ടിച്ചൊന്ന് പറഞ്ഞു പോവാണ്. ഒരു ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ലോങ് ടേം അത് പ്രോഫിറ്റബിലിറ്റിയിൽ നിലനിൽക്കുമോ നോക്കേണ്ടതാണ്. നമ്മളതിനെ ഫിനാൻഷ്യൽ എന്തെന്ന് പറഞ്ഞു? പിന്നെ
നമ്മുടെ മാർക്കറ്റ് വാല്യൂവിൻ്റെ കാര്യം പറഞ്ഞല്ലേ, അവിടെ വാല്യൂ ഓഫ് ദി ബിസിനസ് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞിരുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസിൻ്റെ എണ്ണം ഇൻറ്റു വാല്യൂ ഓഫ് ദി ഷെയർ. അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് ടേം ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ ലോങ് ടേം ആയിട്ടുള്ള ഒരു കോസ്റ്റ് കവർ ചെയ്തെടുക്കുക. ലോങ് ടേം കോസ്റ്റുകളെന്ന് പറഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിങ് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഡിഫേർഡ് എക്സ്പെൻസുകളുണ്ട് നമുക്ക് പലതും. അതായത് നമ്മളിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി, ഇപ്പോൾ കൊക്കോകോള എന്ന് പറഞ്ഞ കമ്പനി, അവർ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ഒരു വർഷം 100 കോടി ഒരു ചിലവാക്കി വിചാരിക്കുക. ഈ 100 കോടിയും ഒരു വർഷത്തെ ചിലവായിട്ട് എടുക്കത്തില്ല. ഒരു 5 വർഷത്തെ ചിലവായിട്ട് അവരെന്ത് ചെയ്യും? എടുക്കും. ഓക്കെ, ഒരു 5 വർഷം ഈ പരസ്യം ഓടും, അതുകൊണ്ട് ഞാൻ ചിലവാക്കി 100 കോടി എന്ത് ചെയ്യാം? 5 വർഷത്തെ ചിലവായിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 100 കോടിയുടെ ഇമ്പാക്റ്റ് തീരണമെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ അക്കൗണ്ടിങ് പൂർത്തിയാവണം. 5 വർഷത്തെ പ്രോഫിറ്റ് വന്ന് ഈ 100 കോടി കവറാവുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഈ ലോങ് ടേം ഈ കോസ്റ്റിന് മേൽ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ഈ 5 വർഷം കാത്തിരുന്നേ പറ്റൂ. അതാണ് നമ്മുടെ വാല്യൂ മാക്സിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? നമ്മൾ നമ്മുടെ ലോങ് ടേമിൽ നോക്കുമ്പോൾ എന്താകണം? പ്രോഫിറ്റബിൾ ആവണം. അല്ലാതെ ഈ ഷോർട്ട് ടേമിന് ഈ ഒരു വർഷം ഒരു പ്രോഫിറ്റ് ഉണ്ടായോ എന്നതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ട. ഇൻ ലോങ് ടേം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോ ചെയ്യുന്നുണ്ടോ? ആ ഒരു കോസ്റ്റുകളെല്ലാം കവർ ചെയ്ത് വരുന്നുണ്ടോ? നമ്മുടെ വാല്യൂ, നമ്മളെ ഫ്യൂച്ചർ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ? ഫ്യൂച്ചറിലേക്ക് നമ്മളെ ബിസിനസ്സിനെ കുറിച്ചുള്ള ആൻറ്റിസിപ്പേഷൻ, തോന്നലുകൾ, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് ഡെവലപ്പായി വരുന്നുണ്ടോ? അതിലേക്കൊക്കെയാണ് നമ്മുടെ ബിസിനസ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, ഇതല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇതും നമ്മൾ മുമ്പ് കണ്ട ക്വസ്റ്റ്യനാണ്. സ്കോപ്പ് ഓഫ് മാനേജൽ എക്കണോമിക്സ് അത് മറ്റുള്ള ഡിസിപ്ലിനൊക്കെ ആയിട്ട് എങ്ങനെ ബന്ധമുണ്ട് നമ്മൾ നോക്കിയതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ഫോളോയിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സാമ്പിൾ. അൺകൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കും കൺസ്ട്രെയിൻഡ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കും പറയുന്നുണ്ട്. പ്രോപ്പർ മാത്തമാറ്റിക്സ് ടേമിലാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞേക്കുന്നത്. അതിലേക്ക് നിങ്ങൾ പോയാൽ ഐ ഡോണ്ട് നോ യുവർ കപ്പാസിറ്റി, അതുകൊണ്ട് ഞാനത് ഫോക്കസ് ചെയ്യുന്നില്ല. പകരം ഞാൻ ജസ്റ്റ് പറയുകയാണ്. ഒപ്റ്റിമൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 2 രീതിയിലാവാം. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമത്തിൽ കൊണ്ടെത്തിക്കാമെന്നാവാം, മിനിമത്തിൽ കൊണ്ടെത്തിക്കാമെന്നാവാം. എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രോഫിറ്റാണ് എടുത്ത് നോക്കുന്നതെങ്കിൽ പ്രോഫിറ്റ് മാക്സിമത്തിൽ എത്തിക്കണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? പ്രോഫിറ്റ് എപ്പോഴും മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒപ്റ്റിമം, അല്ലേ? ഒപ്റ്റിമം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് മാക്സിമത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. എന്നാൽ കോസ്റ്റിൻ്റെ കാര്യം നോക്കുമ്പോഴോ ഏറ്റവും മിനിമത്തിൽ എത്തിക്കുന്നതാണ് നമുക്ക് ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 കാര്യങ്ങളും എങ്ങനെ എടുക്കാമെന്നുള്ളത്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടു ബ്രിങ് ടു ദി മോസ്റ്റ് ഡിസൈറബിൾ വാല്യൂ എന്നുള്ളതാണ്. ഒപ്റ്റിമൈസ് ചെയ്യുക, അല്ലേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലുണ്ടാവട്ടെ. ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ പല ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകളെ ബേസിക്കലി അൺകൺസ്ട്രെയിൻഡ് എന്നും കൺസ്ട്രെയിൻഡ് എന്നും വേർതിരിക്കുക എന്ന് പറയുന്നു. ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, കൺസ്ട്രെയിനുകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാലോ? തടസ്സങ്ങളാണ്, ലിമിറ്റേഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ടെക്നിക്കുകൾ ലിമിറ്റേഷൻസിനെ കണക്കിലെടുക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? കൺസ്ട്രെയിൻഡ് എന്ന് വിളിക്കും. ലിമിറ്റേഷൻസ് ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് ഈ ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അൺകൺസ്ട്രെയിൻഡ് എന്ന് വിളിക്കാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഉദാഹരണം വളരെ സിമ്പിളാണ്, നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് പഠിച്ചാലും മതിയാകും. ബട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡെപ്തിൽ മനസ്സിലാക്കാൻ നോക്കാം. ഞാനിപ്പോൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സാധനമാണ് സെയിൽസ് സിക്കിൾ. കുറച്ചും മുമ്പേ കണ്ടാണല്ലോ, 100 + S × 5 × A വെച്ചിട്ട് 100 + 5A വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം? അഡ്വർടൈസ്മെൻറ്റും സെയിൽസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. എൻ്റെ ഉദ്ദേശം അഡ്വർടൈസ്മെൻറ്റിനെ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റിന് എന്ത് ചെയ്യുക? ഒപ്റ്റിമൈസ് ചെയ്യുക. അപ്പോൾ എനിക്ക് മാക്സിമം സെയിൽ വേണം, എന്നാൽ അഡ്വർടൈസ്മെൻറ്റ് അധികം ചിലവാകാനും പാടില്ല എന്ന് നോക്കുമ്പോൾ ഞാൻ പല വാല്യൂസ് ചെയ്യാനിട്ട് പരീക്ഷിച്ച് നോക്കും. എന്നിട്ട് എപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു സെയിൽസ് കിട്ടുന്ന ആ അഡ്വർടൈസ്മെൻറ്റ് വാല്യൂവിനെ ഞാൻ എന്തെന്ന് വിളിക്കും? ഇതാണ് എൻ്റെ ഒപ്റ്റിമൈസ്ഡ് അഡ്വർടൈസ്മെൻറ്റ് വാല്യൂ എന്ന് വിളിക്കും. അഡ്വർടൈസ്മെൻറ്റുള്ള ഒരു വാല്യൂ എന്ന് വിളിക്കും. എന്നാൽ അവിടെ എനിക്ക് എന്ത് പറയുകയാണ്? ഒരു പ്രോപ്പർ കൺസ്ട്രെയിൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് എന്താണ്, എനിക്ക് അഡ്വർടൈസ്മെൻറ്റിന് ഏറ്റവും കുറവ് 10 രൂപയും ഏറ്റവും കൂടുതൽ 1000 രൂപയെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇടയിലുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇവിടെ ഇട്ട് നോക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒപ്റ്റിമൈസേഷൻ ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ഒരു ലിമിറ്റേഷൻ പറയുന്നുണ്ടെങ്കിൽ ആ ടെക്നിക്കുകളെ കൺസ്ട്രെയിൻഡ് എന്നും, ഒരു ലിമിറ്റേഷനില്ല ഏത് വാല്യൂ ഇട്ടുവാണെങ്കിലും നോക്കാമെന്നുണ്ടെങ്കിൽ അതിനെ അൺകൺസ്ട്രെയിൻഡ് എന്നും പറയാം. ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നുമല്ല
ഇത് പ്രോപ്പർ മാത്സാണ്. മാത്സിൻ്റെ ഒരു എക്സ്ട്രീമാണ്. കാൽക്കസ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അറിയാമെന്നുള്ളവർക്ക് അറിയാം. കാൽക്കസ് ആണ് എക്കണോമിക്സിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ബട്ട് സ്റ്റിൽ ഒന്ന് നോക്കുക. എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ ഇത്രയും കാര്യങ്ങളുണ്ട്, ഒന്ന് നോക്കി എന്തെങ്കിലും മനസ്സിലായില്ല അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഐ വിൽ എക്സ്പ്ലെയിൻ. ഓക്കെ, താങ്ക് യു.